മല്ലികാർജുന ഖാർഗെ പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ അവസാനം രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി RSSനെ വിമർശിക്കുകയാണ്. RSS അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു സംഘടനയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. എന്താണ് RSSനെ എതിർത്ത് ഇനി വിജയം നേടാമെന്നാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പൊതുവെ എന്ന് വെച്ചാൽ കേരളത്തിലെ ഇതിപ്പം ഈ രീതിയിൽ ശക്തമായിട്ടുള്ള RSS വിമർശനം നടത്തിയ നെഹ്റുവാണ്. ഇന്ദിരാഗാന്ധി അങ്ങനെ ശക്തമായ RSS വിമർശനം നടത്തിയിട്ടില്ല. രാജീവ് ഗാന്ധി നടത്തിയിട്ടില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും RSS ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു, സഹായിച്ചിട്ടുമുണ്ട്, പരസ്പരം സഹായിച്ചിട്ടുമുണ്ട്. അപ്പം അത് നെഹ്റു കുടുംബത്തിലായതുകൊണ്ട് RSS ഇന്ദിരാഗാന്ധിൻ്റെ രാജീവ് ഗാന്ധി കുറ്റം പറയുന്നതല്ലാതെ അതർവൈസ് അവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടമാണ്, തിരിച്ചും സഹായ സഹകരണങ്ങൾ ഉണ്ടായി. പക്ഷെ നിരോധിച്ചിട്ടുണ്ടല്ലോ. നിരോധിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു അല്ലേ? അല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് അങ്ങനെയുള്ള സംഘടന ജമാഅത്ത് ഇസ്ലാമി വരെ ഒരുമിച്ചാണ് നിരോധിച്ചത്. രണ്ടും ജമാഅത്ത് ഇസ്ലാമിക്കാർ RSS വന്ന് ജയിലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ്. എന്നിട്ട് ഒരു പരസ്പരം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് നോക്കണ്ട, അന്നത്തെ സാഹചര്യത്തിലായിരുന്നു. കാരണം വെച്ചാൽ സോഷ്യലിസ്റ്റുകാർ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ ജനാധിപത്യത്തെ തട്ടിമറിച്ച് പട്ടാള ഭരണം കൊണ്ടുവരാൻ നോക്കി, ജനങ്ങളെ ഇളക്കി വിട്ടിട്ട്. LM മിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ റെയിൽവേ മന്ത്രി ബോംബ് ചെയ്ത് കൊന്ന ആരാന്ന് ഇപ്പോഴും അറിയില്ല. മനസ്സിലായില്ലേ? അത് CI ആണ്. ഇന്നിപ്പോഴും ഇതിനെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ജയപ്രകാശ് നാരായണെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ സോഷ്യലിസ്റ്റ് വലിയ സംഭവം പറയുന്ന കക്ഷി പട്ടാളത്തോട് തോക്ക് തിരിച്ചു പിടിക്കാൻ പോകും അധികാരികൾക്കെതിരെ. അതിനർത്ഥം എന്താണ്? പട്ടാള ഭരണം വന്നോട്ടെ, അതല്ലേ അരാജകത്വം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നെ RSS സമയം സോഷ്യലിസ്റ്റ് അത് RSS ആയിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കരുതൽ തടങ്കലിൽ വെച്ചെന്നുള്ളൂ. അതന്ന് പിന്നെ അത് തന്നെ ദേവദാസിനെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് സ്വസംഘചാരകന്. അതിനുശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ദിരാഗാന്ധി മരിച്ചടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് 400 സീറ്റ് കിട്ടി. അങ്ങനെ RSS സഹായിച്ചിട്ടുണ്ട്. പിന്നെ പരസ്പര ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഈ ബാമതി മഷീദ് വിഷയം ശക്തിപ്പെട്ടതോടുകൂടി ചിദംബരം ആഭ്യന്തര മന്ത്രിയായതോടു കൂടിയിട്ടാണ് പൂർണ്ണമായിട്ടും RSS കോൺഗ്രസ് നഗരുന്നത്. RSSന് ഭീകര സംഘടനയാക്കാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. രാഹുൽ ഗാന്ധി ഇപ്പം നടത്തുന്നതെന്ന് വെച്ചാൽ BJPയുടെ ഒരു ബാക്ക് ബോൺ RSS ആണ്. BJPയാണ് കോൺഗ്രസിനെ ഔട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിനെ ഭയങ്കരമായിട്ട് കയറി ആക്രമിക്കുന്നുണ്ട്. നെഹ്റുവിനെ എല്ലാം തന്നെ ആവശ്യത്തിന് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് തിരിച്ചങ്ങേര് പറയുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങേരുടെ ഇപ്പോഴത്തെ ഉപദേശകരെന്ന് വെച്ചാൽ ഒരു തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ എല്ലാ കാലത്തുള്ള വിമർശനം കോൺഗ്രസ് ഈ രീതിയിൽ RSSനെ വിമർശിച്ചില്ല. കോൺഗ്രസ് RSS തമ്മിൽ കേരളത്തിൽ മാരാതി എന്നല്ലേ വോട്ട് വിറ്റതിനെ പറ്റി എഴുതി വെച്ചിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടുള്ളൊരു വിമർശനം നടക്കുന്നു. അല്ല, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ കുറച്ച് ആൻറ്റി RSS ആണ്. അത്രയേ ഉള്ളത്. അല്ലാതെ പരാജയം കൊണ്ടുണ്ടായതാണ്. പരാജയം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് ബേസിക്കലി അതാണ്. രാഹുൽ ഗാന്ധിക്ക് ഇനി ഇതിന് വലിയ ചരിത്രബോധമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശകരെന്ന് വെച്ചാൽ ഈ പറയുന്ന തീവ്ര ഇടതുപക്ഷക്കാരും തീവ്ര RSS വിരുദ്ധരും ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയും അതിൻ്റെ ന്യൂആൻസസിനെ പറ്റിയും ധാരണയില്ലാത്തവരാണ്. പിന്നെ ഇപ്പം വെസ്റ്റേൺ കൺട്രീസിന് മുമ്പ് കോൺഗ്രസിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം കോൺഗ്രസിന് ഇഷ്ടമാണ്. ബിക്കോസ് ദേ ആർ അഗൈൻസ്റ്റ് BJP, RSS, മോഡി എന്നുള്ളതുകൊണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ ഗാന്ധി സമത്വത്തെ പറ്റി അങ്ങനെ കാര്യമായി പറഞ്ഞോളന്നല്ല. സമത്വം സോഷ്യലിസ്റ്റ് ആശയമാണ്. ഗാന്ധി അതിന് വലിയ എംഫസിസും കൊടുത്തിട്ടില്ല. അപ്പം നാരായണഗുരുവിനെ ഗാന്ധി സന്ദർശിച്ച സമയത്ത് അവരുമ്പോഴുള്ള വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം നാരായണഗുരു സമത്വത്തെ പറ്റി ആ രീതിയിൽ സംസാരിച്ചു, ജാതിക്കെതിരെ സംസാരിച്ചു. അപ്പം ഇദ്ദേഹം ഗാന്ധി ജാതിക്ക് അനുകൂലമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഗാന്ധി ഉദാഹരണം വന്നു, ഒരു മരത്തിൻ്റെ ഇലകളെല്ലാം ഒരേപോലെയല്ല. അപ്പം നാരായണഗുരു പറഞ്ഞു ഈ ഇലകളെല്ലാം, അത് സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഈ ഇലകളെല്ലാം ഇടിച്ചു കഴിഞ്ഞാൽ അതിനിട്ട് ചാറ് ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും, ഒരേ ഗുണം തന്നെ ആയിരിക്കും. അതാണ് നമ്മൾ നാരായണഗുരു. അതെന്താണ് ഈ തുല്യതയുമായി ബന്ധപ്പെട്ടാലും ജാതീയതയുമായി ബന്ധപ്പെട്ടാലും എല്ലാവരും ഈ ഒരു ഭാഗത്ത് ഗാന്ധിയെ വിമർശിക്കാറുണ്ട്. അല്ല, ഗാന്ധി ഈ സോഷ്യലിസം എന്നുള്ള ആശയത്തെ അനുകൂലമായിരുന്നില്ല. ഒന്നത് വൈദേശിക ആശയമാണ്. പണ്ട് അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആശയമാണ്. നാച്ചുറലായിട്ട് അങ്ങനെ ഒരു സമത്വം എല്ലാവരുടെയും കൊണ്ടുവരാൻ പറ്റില്ല. അത് നടക്കാത്ത കാര്യമാണ്. ഒരു കാര്യത്തിൽ സമത്വം കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു സോഷ്യലിസ്റ്റ് ഉട്ടോപ്യ മാത്രമാണ്. അംബേദ്കർ ആരാധകർ ഉൾപ്പെടെ ഈ ഗാന്ധിയെ വിമർശിക്കും. അല്ല, അംബേദ്കർ ആരാധകർ വിമർശിച്ചു ഗാന്ധി ജാതിയെ വർണ്ണാശ്രമങ്ങളെ തള്ളിപ്പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവരിപ്പം വന്നിട്ടുണ്ടെങ്കിൽ സംവരണം ഗാന്ധി നിർദ്ദേശിച്ചതാണ്, അംബേദ്കർ പറഞ്ഞതല്ല. സംവരണം അവർ ആഘോഷിക്കുമ്പോൾ അത് ഗാന്ധിയാണ് അതിന് കാരണക്കാർ. അത് ജാതിയായിട്ട് ബന്ധപ്പെട്ട അംബേദ്കറിസ്റ്റുകൾ വിമർശിക്കും. അംബേദ്കറും ഈ സമത്വം എന്നുള്ള അത്തരം ആശയങ്ങൾക്ക് അംബേദ്കർ അങ്ങനെ ആ രീതിയിലുള്ള ആശയം
സോഷ്യലിസ്റ്റ് ആശയമായിരുന്നില്ല. അംബേദ്കർ സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ശക്തനായ വക്താവായിരുന്നു. അദ്ദേഹം തൊട്ടുകൂടായ്മ തീണ്ടിക്കണ ജാതി വ്യവസ്ഥയ്ക്കെതിരായിരുന്നു. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹത്തിനായ കാരണം വെച്ചാൽ ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു. അത് തന്നെ പ്രശ്നം. അപ്പം നായന്മാർ അംഗീകരിച്ചില്ല. മന്നത്താചാര്യൻ എന്തുകൊണ്ടാണ് ഈ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്? ബ്രാഹ്മണസിൻ്റെ ഇടയ്ക്ക് നായന്മാർ ആലടി വാങ്ങിക്കൊണ്ടിരുന്നു. ഒരുപാട് ദുരാചാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ആ രീതിയിലുള്ള ഉച്ചനീചത്വങ്ങളുള്ള ജാതി വ്യവസ്ഥയെ ഇവരാരും അംഗീകരിച്ചിട്ടില്ല. മന്നത്തപ്പൂപ്പനെ 129 മന്നത്തപ്പൂപ്പനെ കുറ്റം പറയുന്നതല്ല. മന്നത്തപ്പൂപ്പനെ കാരണം ഇവിടെയുള്ള ഈ ജാതി വ്യവസ്ഥയുടെ ഈ പറയുന്ന തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനെ അനാചാരങ്ങൾ മൊത്തം ഇല്ലാതാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നായർ കമ്മ്യൂണിറ്റിയെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സംഘടന ഉണ്ടാക്കി. അത് അനാഥമായി പോകുന്നൊരവസ്ഥ വന്നു. മുമ്പത്തെ പോലെ സമ്പത്തും കയ്യിലുമില്ല. അപ്പോൾ ഇപ്പം ആളുകൾ കളിയാക്കുകയും ചെയ്യുന്നു. അവസാനം നായന്മാർ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയി പോകുന്ന അവസ്ഥയായിരുന്നു. അത് സമ്പത്ത് പോയില്ലേ, ഭൂപരിഷ്കരണം വന്നു. അല്ല, അതിൻ്റെ മുമ്പ് തന്നെ വന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി തന്നെ നായർ ഡോമിനൻസ് അവസാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമുദായത്തിൽ വരുന്ന ആളുകൾക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അറിയുള്ളൂ. അദ്ദേഹം സംഘടന ഉണ്ടാക്കി. അദ്ദേഹമാണ് സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത ഒരാൾ മന്നത്തപ്പൂപ്പൻ. അദ്ദേഹത്തിന് ഇവിടെയുള്ള ഈ പറയുന്ന സോക്കോട് പുരോഗമനവാദികളെല്ലാം അദ്ദേഹത്തെ പിടിച്ച് വില്ലനാക്കും. വില്ലനാക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അത് അപ്പൂപ്പൻ ജാതി മതം പിന്നെ ജാതിയിലെ ഉച്ചനീചത്വങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല. പിന്നെ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈഴവ പ്രമാണിയായിരുന്ന ആ ശങ്കറുമായിട്ട് അതേപോലെ നല്ല കൂട്ടായിരുന്നു. ഒരുമിച്ചാണ് ഈ ജാതിയിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തത്. പിന്നെ ഒരു ഘട്ടം എത്തിയ സമയത്ത് ആ ശങ്കരനെ കുറേ രാഷ്ട്രീയക്കാർ പിടിച്ചിളക്കി. അത് ഈഴവർക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇളക്കിയിട്ട് നായന്മാർക്കെതിരെ നിർത്താൻ നോക്കി. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇവരെയും വലിയ ഐക്യം തെറ്റിച്ചു. അങ്ങനെയാണ് ഹിന്ദു മുന്നണി ഇല്ലാതാണ്. അതുകൊണ്ടാണ് UDF LDF സംവിധാനത്തിലേക്കാണ് നിന്നത്. അതന്ന് വന്നിരുന്ന ഇവിടുത്തെ രാഷ്ട്രീയം വേറെ ഒന്നാവുകയും. അപ്പം എന്നിട്ട് പിന്നെ വന്നത് അപ്പൂപ്പനെ മൊത്തം വില്ലനായി ചിത്രീകരിച്ചു. ആ ശങ്കറിനെ വില്ലനായി ചിത്രീകരിച്ചു. ആ ശങ്കറിനെ മോഡി വീണ്ടെടുക്കുന്നവരെ ആ ശങ്കറിനൊരു പ്രസക്തിയില്ലായിരുന്നു കേരളത്തിൽ. അതുപോലെ തന്നെ മന്നത്തപ്പൂപ്പൻ്റെ പിന്നെ നായന്മാർ പിന്നെ ശക്തമായിട്ട് ഭരണരംഗത്തെല്ലാം ശക്തരായതുകൊണ്ടും ഈ മന്നത്തപ്പൂപ്പൻ ആ രീതിയിൽ അവർക്ക് നമസ്കരിക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം എപ്പോഴും പൊതുസമൂഹത്തിൽ കിട്ടിയില്ല. ഇപ്പം പിണറായി ഈ NSS കൂടുതൽ അടുത്തതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു കുറച്ചും കൂടി ഒരു പ്രാമുഖ്യം പൊതുസമൂഹത്തിൽ ആ രീതിയിൽ മന്നത്തപ്പൂപ്പന് വരുന്നത്. അല്ല, നായർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു. നായർ കമ്മ്യൂണിറ്റി അറിയുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നു. അടുത്ത് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ് ഗാന്ധി ജാതീയതയ്ക്കെതിരായിരുന്നു. പക്ഷെ അദ്ദേഹം വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ RSS ജാതിക്കെതിരാണ്, വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് അനുകൂലമാണ്. ഇതാണ് ഗാന്ധിയും പിന്നെ RSS തമ്മിലുള്ളൊരു ബന്ധം, ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു സാദൃശ്യം ഇതാണ്. അല്ല, കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നാം കർണാടകയിൽ നോക്കിയാൽ അവിടെ നിരോധനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കർണാടകയിൽ RSSന്റെ നിരോധനത്തെക്കുറിച്ച് പിന്നീട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. ഇപ്പോൾ അവരുടെ പദ്ധതിയായി മാറിയിട്ടുണ്ട് തുടർച്ചയായി തന്നെ RSSനെ വിമർശിക്കുക എന്നത്. അല്ല, അത് അവിടെ പലരും സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം RSSനെ വിമർശിച്ചാലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം RSS വിരുദ്ധമായ കുറേ വോട്ടുകളുണ്ട്. അങ്ങനെ ജാതീയമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ അത് കിട്ടണമെങ്കിൽ, അത് നിലനിർത്തണമെങ്കിൽ RSS വിമർശനം നടത്തണം. നാളെ ചിത്രമായി BJP രാഷ്ട്രീയമായിട്ട് അത്ര സജീവം അല്ലെങ്കിൽ RSS വിമർശനം ഇവർ ഓട്ടോമാറ്റിക്കലായി നിർത്തിക്കോളൂ. കാരണം RSSന്റെ സപ്പോർട്ട് ഇവർക്ക് കിട്ടും. അതത്രേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഗാന്ധിസം മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, RSS മര്യാദയ്ക്ക് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അദ്ദേഹം ഒന്നും അങ്ങനെ അക്കാദമി ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളുകളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശകരിപ്പോൾ ശരിയാകാത്തതിൻ്റെ പ്രശ്നമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.